വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. രാത്രിയും പകലുമായിട്ട് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു. പക്ഷെ ഷാക്കാളിപ്പോ എവിടെയുണ്ടെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഒരു പക്ഷെ മാജിക്കൽ ബോളിനകത്ത് ഷാക്കാൾ അറസ്റ്റ് ആയി പോയെന്നും തോന്നുന്നു. കാലങ്ങൾ കുറെ ആയല്ലോ. ഇനി അയാൾ തിരിച്ചു വരുമെന്ന് എനിക്ക് ഒരു വിശ്വാസവും ഇല്ല. വരാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അയാളുടെ റൈറ്റ് ഹാൻഡ് ആയിരുന്നില്ലേ? വേഗം ചെന്ന് അയാളെ രക്ഷിക്കണം. എന്താണ് നീ പറയുന്നത് സായിക്ക? ഈ ജോഗ അങ്ങനെ ഒന്നും ചെയ്യില്ല. പക്ഷെ ഒരു ജോലി ജോഗ തീർച്ചയായിട്ടും ചെയ്തിരിക്കും. കാൾ സിറ്റിക്ക് ഒരു പുതിയ കിങ്ങിനെ കൊണ്ടുവരാൻ എനിക്ക് പറ്റും. അത് ജോഗ തീർച്ചയായിട്ടും ചെയ്തിരിക്കും. Presents Zoga, the new king of Kaal City. ഇന്ന് കാൾ സിറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഇനി ജനങ്ങൾ ആരും ഷാക്കാലിനെ വിചാരിച്ച് പേടിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. എല്ലാ അടിമകളെയും എല്ലാ തടവുകാരെയും ഞാൻ തുറന്നു വിടാം. സൺ സിറ്റിക്ക് മെസ്സേജ് അയച്ചേക്ക്. സോഗ ഫ്രണ്ട്ഷിപ്പിന് ഒരുക്കമാണെന്ന് പറഞ്ഞേക്കോ. പുതിയ കിങ്ങോ? എന്നാൽ നിങ്ങൾ ഒരു കാര്യം പറയാ, നിങ്ങൾ എത്രമാത്രം സ്ട്രോങ് ആണ്, എത്രമാത്രം പവർഫുൾ ആണ്? അതെ, സോഗ വളരെ സ്ട്രോങ് ആണ്, പവർഫുള്ളുമാണ്. നീ ആള് കൊള്ളാലോ. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ ഇവിടുന്ന് പോയപ്പോ ഈ കാൾ സിറ്റിയെ അപഹരിക്കാൻ നീ പ്ലാൻ ചെയ്യായിരുന്നു അല്ലേ? എന്നോട് ക്ഷമിക്കേ പ്ലീസ്. ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തു ഷാക്കാൽ. അവൻ എവിടെയാ പോയി തൊലഞ്ഞത്? ഷാക്കാൽ, നൗ ടെൽ മീ, നീ ഫ്യൂച്ചറിലേക്ക് ചെന്ന് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്റെ കാരണം എന്താണെന്ന് പറയ്. എന്തിന്? വൈ 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 നീ യോയോ യാനി സിംഗിനെ എന്തിനാണ് വിളിച്ചത്? എന്തു പറയാനാ മജി സിംഗ്, ഇവിടെ അടുത്തൊരു സൺ സിറ്റി ഉണ്ട്. എന്നിൽ നിന്നും എന്താണ് നിനക്ക് വേണ്ടത്? അവിടുത്തെ കിങ് ജയ്സിംഗ്, പിന്നെ അവന്റെ ഗ്രാൻഡ് സൺ രുദ്ര, അവർ ഓരോ പ്രാവശ്യവും എന്റെ വഴിയിൽ ഒരു തടസ്സമാവുകയാണ്, സ്പീഡ് ബ്രേക്കറായി മാറുകയാണ്. അതിന് ഇപ്പോ ജയ്സിംഗ് അവനൊരു പാവമാണ്. അവനെ ഇമോഷണലായി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വശത്താക്കാൻ എനിക്ക് കഴിയും. എന്നാൽ നീ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അരുദ്രയുടെ കയ്യിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കുക. യോയോ മണി സിംഗിന് ഇതൊക്കെ സാധാരണമായ ജോലിയാണ്. വിരൽ ഞൊടിക്കുന്ന സമയത്തിനുള്ളിൽ ഞാനത് ചെയ്തു തീർക്കും. യോ, അത് കൊള്ളാം. ബോളിപ്പോ വരുണിന്റെ കയ്യിലാണ്. മായര അവനെ ചേസ് ചെയ്യുന്നു. വരുൺ നല്ലോണം കളിക്കുന്നുണ്ട്. നീ എന്താ ഈ ചെയ്യുന്ന വരുൺ? വരുൺ ഇപ്പൊ സ്കോർ ചെയ്യോ? വരുൺ ആ ബോൾ രുദ്രയ്ക്ക് പാസ് ചെയ്തിരിക്കുകയാണ്. രുദ്ര ഇതാ ഗോൾ ഇട്ട് കഴിഞ്ഞു. ഗോൾ രുദ്ര. നൈസ് ഷോട്ട് രുദ്ര. Yo, yo, how are you, Rudra? Nyan Mani Singh. Can I play with you? You. ആരാ നീ? നിനക്ക് എന്താ വേണ്ടത്? രുദ്രയുടെ കഥ അവസാനിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ. ചേട്ടാ, ഇതുപോലെ അത് പ്രശ്നമായല്ലോ. ഈ മൊട്ടത്തലയും വലിയ ശക്തിമാനാണെന്ന് തോന്നുന്നേ. ഇതൊക്കെ എന്ത് കളിയാണ് മണി സിംഗ്? സത്യം പറ, നീ ആരാണ്? എന്തിനാ ഇവിടേക്ക് വന്നിരിക്കുന്നത്? ഇനി നിനക്ക് മനസ്സിലായില്ല രുദ്ര, നീ വളരെ പാവമാണ്.
മണിസിംഗ് നിന്റെ തമാശയൊക്കെ മതിയാക്കിക്കോ. ഇബാസ്ക സിബാസ്ക സക്കൂ പുഷ്ടു. കൊച്ചു ചെക്കനാണെങ്കിൽ ഒരുപാട് പവർ ഉണ്ട്. നീ ആരാണെങ്കിലും എവിടെ നിന്ന് വന്നോ അവിടേക്ക് തന്നെ പൊയ്ക്കോ, അല്ലെങ്കിൽ വിവരം അറിയും. നിന്നെ കണ്ടതിൽ ഏതായാലും നന്നായി. നീ കറക്റ്റ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. യോ യോ ചേടാ ഇതെന്താ, ഇവൻ വീണ്ടും രുദ്രയെ വീഴ്ത്തി കളഞ്ഞല്ലോ. ശരിക്കും പറഞ്ഞ നീ കേക്കില്ലല്ലേ? അവൻ എങ്ങോട്ട് അപ്രത്യക്ഷമായത്? Nobody can catch Money Singh. പക്ഷേ Money Singh വിചാരിച്ചാൽ ആരും വേണമെങ്കിലും ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ കളി തുടങ്ങാണ് മണി സിംഗ്. നീ എന്നോട് കളിക്കുന്നോ? ഇപ്പൊ കാണിച്ചു തരാം. രുദ്ര ഷോക്ക് ആകണ്ട. നിന്റെ അല്ലാതെ ചില്ലറ മാജിക് ഈ മണി സിംഗിന്റെ കയ്യിലിരിക്കില്ല. നീ ഇപ്പോഴും മാജിക്കിന്റെ പ്രൈമറി ക്ലാസ്സിലാണുള്ളത്. പക്ഷെ ഞാൻ ആ സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആണ്. അയ്യോ രുദ്ര, നമ്മള് മണി സിംഗിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്നാ എനിക്ക് തോന്നുന്നേ. നമുക്ക് ആദ്യം ഒരു സോളിഡ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരാം. മൈറ, നീ പറഞ്ഞത് ശരിയാണ്. ഈ മണി സിംഗിന്റെ ഒരു കാര്യം നമുക്കറിയില്ല. ആദ്യം ഇവന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. ഒന്ന് നിൽക്ക, എന്നെ വിട്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നേ. നീ എങ്ങോട്ടാടാ ഓടിപ്പോകുന്നത്? അവസാനം ഞാനിവിടെ തനിച്ചു കുടുങ്ങിപ്പോയല്ലോ. എന്നെ രക്ഷിക്ക രുദ്ര. നീ ആഹാരമൊക്കെ വളരെ യമ്മി ആയിട്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ അയ്യോയോ. ഞാനിപ്പോ തന്നെ തരാം. ഇന്ന പിടിച്ചോ. എങ്കിലോ അവസരം കിട്ടുമ്പോൾ അന്തേരിക്ക് ചെല്ല്. അന്തേരിയിലേക്കോ? അയ്യോ, നീ പറഞ്ഞതല്ല ഞാൻ കേട്ടു കഴിഞ്ഞു. അവർ അന്തേരിയിലേക്ക് പോയിരിക്കുകയാണ്. മണി സിംഗ്, നീ രുദ്രയെ ശരിക്കും കളിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ എനിക്ക് ഒരു കാര്യം മാത്രമാണ് മനസ്സിലാകാത്തത്. നീ എന്തിനാ അവൻ ഓടിപ്പോകാൻ വിട്ടയച്ചത്? ഷാക്കാൽ, നീ റാറ്റ് ആൻഡ് കാറ്റിന്റെ കഥ കേട്ടിട്ടില്ലേ? ആദ്യം കാറ്റ് റാറ്റിനെ ഓടിപ്പിച്ച് എന്നിട്ട് ക്യാച്ച് ചെയ്യും. ഞാനും അതേപോലെ തന്നെ രുദ്രയെ ക്യാച്ച് ചെയ്യും. ഐ ആം എൻജോയിങ് ദിസ് ഗെയിം. ഒരു കാര്യം പറ, അന്തേരി കേവ് എവിടെയാണുള്ളത്? അവരോടി അവിടേക്കാണ് പോയിരിക്കുന്നത്. സൺ സിറ്റിയുടെ പുറത്തൊരു കാടുണ്ട്. സോഗ, മണി സിംഗിനെ അന്തേരി കേവിലേക്ക് വിളിച്ചുകൊണ്ടേ കാണിക്കുക. ശരി ഷാക്കാൽ, തീർച്ചയായിട്ടും. അന്തേരി കേവിൽ ജീവിതകാലം മുഴുവനായി ഇരുട്ടിൽ കഴിയേണ്ടി വരും രുദ്ര. മണി സിംഗ് ഈസ് കമ്മിങ്. രുദ്ര, നീ രംഗിലയോട് അന്തേരി കേവ് എന്നല്ലേ പറഞ്ഞത്? പിന്നെ നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? അത് ഞാൻ മണി സിംഗിനെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അവൻ അന്തേരി കേവിൽ നമ്മളെ തേടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇവിടുന്ന് കളക്ട് ചെയ്യാം. ഹലോ അലാസ സർ. അല്ല, ഇതാര് രുദ്രയോ? സുഖമല്ലേ? മണി സിംഗ് എന്നൊരു മെജിഷ്യൻ ഞങ്ങളുടെ പുറകെ വന്നോണ്ടിരിക്കുക. അയാളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് വേണം. മണി സിംഗോ? രുദ്ര, എത്ര തന്നെ ആലോചിച്ചിട്ടും ആ പേരുള്ള ഒരു മജീഷ്യൻ എനിക്ക് ഓർമ്മ വരുന്നില്ല. എനിക്കുറപ്പാണ് ആ മജീഷ്യന്റെ ഡീറ്റെയിൽസ് ഈ ലൈബ്രറിയിലില്ല. സ്ട്രേഞ്ച്. അവന്റെ ഫേസ് വെച്ച് അവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാൻ പറ്റുമോ? അതിന് വഴിയുണ്ട്. Ibaiska Zibaiska Face Piero.
ഇവിടെ എന്താ ഈ നടക്കുന്നത്? ഇവന്മാരിത് എങ്ങോട്ടാ പോയത്? ഇത് പേടിപ്പിക്കുന്ന സ്ഥലമാണല്ലോ. ആ, 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 ശ്ശെടാ, ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. രുദ്ര, ഒന്ന് വേഗം എന്റെ അടുത്തേക്ക് വാ. എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നുന്നു. മൈര, വരുൺ, പ്ലീസ് ഒന്ന് മുന്നിലോട്ട് വാ. ഈ സ്ഥലത്തെ കുറിച്ച് ഇവന്മാർക്ക് എങ്ങനെ മനസ്സിലായത്? നിർത്ത്. ഓടിക്കോ രുദ്ര, രക്ഷിക്ക്. മണി സിംഗ് ആണെങ്കിലോ ഓടിപ്പോയി. രംഗീല, നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ സാധിക്കില്ല. നീ അവന്റെ പുറകെ നിന്ന് ഓടാൻ പാടില്ലായിരുന്നോ? ഇവിടെ നിന്ന് നീ എന്താണ് ചെയ്യുന്നത്? ഇതായിരിക്കോ അല്ലെങ്കിൽ ഈ മന്ത്രമായിരിക്കോ? ചിലപ്പോ ഇതായാലോ? വീണ്ടും ചെക്ക് ചെയ്യാം. ഓ ഓ ഓ. എന്റെ എക്സ്പീരിയൻസിൽ അതുപോലെയുള്ള ഒരു മജീഷ്യന്റെ യാതൊരു തരം എൻട്രിയും എന്റെ ലൈബ്രറിയിൽ വന്നിട്ടില്ല. അല്ല കാർഡ് സർ, ഒരുപക്ഷെ ഇതൊരു വ്യത്യസ്തനായ മജീഷ്യൻ ആയിരിക്കാം. ഈ ലോകത്തെ മജീഷ്യൻ ആയിരിക്കില്ല, വേറെ എവിടുന്നെങ്കിലും വന്നതാവാം. മൈര, നീ ഇപ്പൊ പറഞ്ഞത് വളരെ വലിയൊരു കാര്യമാണ്. ഒരു പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രേറ്റ് റൈറ്റർ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ഫൈറ്റർ ഫിറോസിന്റെ പ്രഡിക്ഷൻ ഒന്ന് നോക്കണം. ഓ അവനെ തളയ്ക്കാനുള്ള ടെക്നിക്ക് എനിക്ക് കിട്ടി കഴിഞ്ഞു. ഷാക്കാൽ, ഞാൻ കേവ് മൊത്തം തേടി നോക്കി, പക്ഷെ എവിടെ നോക്കിയാലും രുദ്രയെ കാണുന്നില്ല. വാ, രുദ്രൻ നിന്നെ നല്ലവണ്ണം ചീറ്റ് ചെയ്തിരിക്കുകയാണ്. അവന്റെ പ്ലാൻ നിന്നെ കേവിലേക്ക് പറഞ്ഞയച്ചിട്ട് മറ്റെങ്ങോട്ടെങ്കിലും പോവാനായിരിക്കും. അവൻ വേറെ എങ്ങോട്ട് പോയി കാണും? തീർച്ചയായിട്ടും അലാസ് സാറിന്റെ മജീഷ്യൻ ലൈബ്രറിയിലേക്ക് ചെന്ന് കാണും. പൈതൃ ഗുരു സീസ് വരും വരും, ഒരു ദിവസം അവൻ ഫ്യൂച്ചറിൽ നിന്നും വരും. അവനെ ആർക്കും തടയാൻ കഴിയില്ല, അവനെ ആർക്കും തളയ്ക്കാനും കഴിയില്ല. തകർക്കാനാവില്ലെന്നോ? ബുദ്ധി വെച്ച് മാജിക് ചെയ്യാൻ ആർക്കറിയാമോ? അവന് മജീഷ്യന്റെ ടെക്നിക് മനസ്സിലാവും. അവന് മാത്രമേ അവനെ തടയാൻ കഴിയൂ. യെസ്, എന്ന് വെച്ചാൽ മാജിക്കിന്റെ ഒപ്പം കുറച്ച് ബുദ്ധിയും ഉപയോഗിക്കണം. അവനെ മാത്രമേ മനസ്സിനെ തോൽപ്പിക്കാൻ കഴിയൂ. രുദ്ര, എനിക്ക് തോന്നുന്നത് അവൻ ഇവിടെ എത്തിക്കഴിഞ്ഞു എന്നാണ്. നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് ഇവിടുന്ന് പൊയ്ക്കുള്ളൂ, ഇല്ലെങ്കിൽ അവൻ ടോട്ടൽ ലൈബ്രറി നശിപ്പിച്ചു കളയും. ബുക്ക് പ്രൊട്ടക്ടർ. ബുക്ക് പ്രൊട്ടക്ടർ. യോ, ഞാൻ നിന്നെ കുറിച്ച് ഒരുപാട് വായിച്ചിട്ടുണ്ട്. ഈ ലൈബ്രറിയിൽ എത്ര ബുക്സ് ഉണ്ടോ അതിന്റെ ഓരോ പേജസും ഞാൻ ഫുള്ളായി പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. Do you know that? Yo. അതാണ് കാര്യമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവൻ ശരിക്കും ഒരു ഗ്രേറ്റ് മജീഷ്യൻ തന്നെയാണ്. ഇവൻ ഈ ലൈബ്രറിയെ മാത്രമല്ല ലോകത്തുള്ള എല്ലാ ബുക്സും വായിച്ചിട്ടുണ്ട്. ഇവനെ നമുക്ക് ഒന്നും ചെയ്യാനാവില്ല. വെൽക്കം ടു ദ മജീഷ്യൻ ലൈബ്രറി. നിങ്ങളെ പോലെയുള്ള ഗ്രേറ്റ് മജീഷ്യൻസ് ഈ ലൈബ്രറിയിലേക്ക് എപ്പോഴെങ്കിലും ഒരിക്കലേ വരാറുള്ളൂ. രുദ്ര, എന്റെ പവർ നിനക്ക് മനസ്സിലായല്ലോ. യോ, നീ എവിടെ പതുങ്ങിയിരുന്നാലും മര്യാദയ്ക്ക് പുറത്തേക്ക് വാ. ബുക്ക് പ്രൊട്ടക്ടർ, നീ ലൈബ്രറിയുടെ രക്ഷകനായിട്ട് ശത്രുവിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. എന്റെ ഓർഡർ നീ ആദ്യമായിട്ട് ലംഘിച്ചിരിക്കുകയാണ്. നിന്നോട് ഞാൻ അവനെ ഫിനിഷ് ചെയ്യാനാണ് പറഞ്ഞത്, പക്ഷെ നീ അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണോ? അലഗർ സർ, ഞാൻ എന്റെ ചുമതലകളൊന്നും മറന്നിട്ടില്ല. ഇവനെ ഫിനിഷ് ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവനെ തടഞ്ഞു നിർത്താൻ ആവില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. രുദ്ര, ഓടിക്കോ. ആരെയും വെറുതെ വിടുന്ന നിങ്ങളെല്ലാവരും പുറാടാണ്. അവൻ തന്റെ പവർ കാണിക്കാൻ ഇവിടുന്ന് പോയവനാ.
അവസാനം ഞാൻ വിചാരിച്ചത് തന്നെ സംഭവിച്ചു. ഞാനിപ്പോ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നിനക്ക് അവസാനമായിട്ട് ഒരു ചാൻസ് തരികയാണ്. മര്യാദക്ക് എന്റെ മുമ്പിൽ സറണ്ടർ ആയിക്ക്. ഞാൻ നിന്നെ അങ്ങ് ഫ്രീ ആയിട്ട് ഫിനിഷ് ചെയ്തേക്കാം. യോ മണി സിംഗ്, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. അല്ല, രംഗിൽ എവിടെയാ? രുദ്ര എന്തായി ചെയ്യുന്നേ? രുദ്ര, ഒരു കയറ് നിന്റെ കാലിൽ പിടിക്കാൻ വരുന്നു. റിലീസോ അവൻ രുദ്രയെ പിടിച്ചു വെച്ചിരിക്കുക. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അന്തർ മന്തർ കാലിക്കലന്തർ രുദ്രയെ ബോളിൽ നിന്ന് പുറത്തേക്ക് ഇറക്ക്. മൈരയോട് ഈ മാജിക് ഒന്ന് നിർത്താൻ പറയൂ. ഇതെന്താ പറ്റി? വരും പുറത്തു വന്ന് എന്നെ വെറുതെ വിടില്ല. മണിസിംഗിനെ ഇപ്പൊ തോൽപ്പിച്ചേ പറ്റൂ. വരും വൺ ഫ്യൂച്ചറിൽ നിന്ന് ഒരു ദിവസം വരും. അവനെ പെട്ടെന്ന് ആർക്കും തളയ്ക്കാൻ പറ്റില്ല. ആർക്കും അവനെ തകർക്കാനും പറ്റില്ല. ബുദ്ധിപൂർവ്വം അവനെ ഹാൻഡിൽ ചെയ്താൽ ഈസി ആയിട്ട് അവനെ തോൽപ്പിക്കാൻ കഴിയും. സിംസും വരൂ. എന്തു പറ്റി രുദ്ര? തോറ്റെന്ന് സമ്മതിച്ചോ? Ibaiska Zubaiska Air Controlo. രുദ്ര, പതുങ്ങിയിരുന്ന് ഫൈറ്റ് ചെയ്യുന്നവൻ വാറിൽ വിന്നറാകാൻ ചാൻസ് ഇല്ല. വിന്നർ ആരാണെന്ന് അറിയുമോ? ഫൈറ്റ് തുടങ്ങിയാൽ മാത്രം പോരാ, അത് അവസാനിപ്പിക്കണം. യോ, and I'm the winner. നിനക്കെന്നെ ഒരിക്കലും പിടിക്കാൻ പറ്റില്ല. Ibaiska Zubaiska Bum Check Check Boom.
മണിസിംഗ്, നീ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ പൊക്കോ. രുദ്ര! ആ? 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 ഷാക്കാൽ, സോറി. രുദ്ര എനിക്ക് തോൽപ്പിക്കാനായില്ല. യോയോ ബൈ. ഷക്കാൽ, നീ ഇപ്പൊ എന്നെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇനി ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നതാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാനും മുത്തശ്ശനും നിന്നെ കാണാൻ വേണ്ടി വരും. എല്ലാം നശിച്ചു പോയല്ലോ. എത്ര ദൂരെ ചെന്നാണ് ഒരുത്തനെ ഞാൻ കൊണ്ടുവന്നത്. രുദ്ര അവനെ എത്ര പെട്ടെന്നാ തോൽപ്പിച്ച് കളഞ്ഞത്. ഞാനാണ് മായാജാലം. എന്നെ കണ്ട് പേടിക്കുക. ഞാനാണ് ഷക്കാൽ. ഷാക്കാലിന്റെ കിനാവും പൊളിഞ്ഞു. എന്റെ സ്വപ്നങ്ങളും പൊളിഞ്ഞ് തരിപ്പണമായി. Watch India's largest kids library only on Jio Hotstar. Download the app now.